കിഴക്കൂലം എന്നറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം തുളുർവനം ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കുങ്കര എളയെടുത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പൂക്കാർ സംഘം യാത്ര തിരിച്ചു. ഐതിഹ്യവും വിശ്വാസവും പാരമ്പര്യത്തിന്റെ പുരാവർത്തം കൊണ്ട് സമ്പന്നവുമായ ഒരു ദേശത്തിന്റെ ഉത്സവ ചടങ്ങിലേക്ക് പച്ചയോല കൊണ്ട് മെടഞ്ഞ കൊട്ടയിൽ നിറയെ ചെക്കിപ്പൂ നിറച്ച് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ബാല്യക്കാരൻ തലയിലേന്തി ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ബാല്യക്കാരും അടങ്ങുന്ന സംഘം ദീപാരാധനയ്ക്ക് ശേഷമാണ് യാത്ര തിരിച്ചത്. കിഴക്കൂലം എന്നറിയപ്പെടുന്ന പാണത്തൂർ മഞ്ഞടുക്കം തുളുർവനം ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി കിഴക്കുങ്കര എളയെടുത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പൂക്കാർ സംഘം യാത്ര തിരിച്ചു. ഐതിഹ്യവും വിശ്വാസവും പാരമ്പര്യത്തിന്റെ പുരാവൃത്തം കൊണ്ട് സമ്പന്നമായ ഒരു ദേശത്തിന്റെ ഉത്സവ ചടങ്ങിലേക്ക് പച്ചയോല കൊണ്ട് മെടഞ്ഞ കൊട്ടയിൽ നിറയെ ചെക്കിപ്പൂ നിറച്ച് പ്രത്യേകം നിയോഗിക്കപ്പെട്ട ബാല്യക്കാരൻ തലയിലേന്തി ആചാരസ്ഥാനികരും കൂട്ടായിക്കാരും ബാല്യക്കാരും അടങ്ങുന്ന സംഘം വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം യാത്ര തിരിച്ചു. 60 കിലോമീറ്ററോളം ദൂരം പരമ്പരാഗത ഉൾപാതയിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന സംഘം ആചാരപരമായ ഉപചാരം ഏറ്റുവാങ്ങും. രാത്രി കള്ളാർ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തങ്ങിയ സംഘം ഉച്ചയ്ക്ക് പാണത്തൂർ കാട്ടൂർ തറവാട്ടിലെത്തും. അവിടെ വിളക്കും തളികയുമായി എതിരേൽക്കും. മുന്നായിരി ഈശ്വരന്റെ ചൈതന്യം പൂക്കോട്ടയിൽ കുടികൊള്ളുന്നതിനാലാണ് പൂക്കോട്ടയെ ഇത്തരത്തിൽ എതിരേൽക്കുന്നത്. പാണത്തൂർ മഞ്ഞടുക്കം ക്ഷേത്രത്തിലേക്ക് കളിയാട്ടവുമായി ബന്ധപ്പെട്ട് കിഴക്കങ്കര എളയെടുത്ത് കുതിര ദേവസ്ഥാനത്തിലെ സ്ഥാനികരും അതുപോലെ അവകാശികളും പ്രത്യേകം നിയോഗിച്ച ബാല്യക്കാരും പൂക്കൂട്ടമായി ഇന്ന് ദീപം വെച്ച ശേഷം പുറപ്പെടുകയാണ്. ഏകദേശം 60 കിലോമീറ്ററോളം പരമ്പരാഗത പാതയിലൂടെ നടന്നു പോകേണ്ടതുണ്ട്. ഇന്ന് രാത്രി കള്ളാർ ശ്രീ വയനാട് ദേവസ്ഥാനത്ത് തങ്ങിയ ശേഷം നാളെ വൈകുന്നേരത്തോടു കൂടി പാണത്തൂർ മഞ്ചടും ക്ഷേത്രത്തിൻ്റെ തറവാടുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുകയും അവിടെ നിന്ന് അവിടുത്തെ മുതിർന്ന അംഗം ഈ പൂക്കൂട്ടയെ ദീപവും തിരിയുമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് ഐതിഹ്യത്തിൽ പറയാനുള്ളത് ഇവിടെ നിന്ന് പോകുന്ന പൂക്കോട്ടയിൽ 3 ലക്ഷം കുടികൊള്ളുന്നു എന്നാണ്. അതിനുശേഷം സന്ധ്യയോടുകൂടി ക്ഷേത്രത്തിലെത്തും. അതിനുശേഷം ഈ 4 ദിവസം ഉത്സവത്തിന് ശേഷം 24-ാം തീയതി ക്ഷേത്രസ്ഥാനികരും അതുപോലെ സ്ഥാനികരും അവകാശികളും തിരിച്ച് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുകയാണ് പതിവായിട്ടുള്ളത്. സന്ധ്യയോടുകൂടി സംഘം മഞ്ഞടുക്കം കോവിലകം തുളുർവനം ഭഗവതി ക്ഷേത്രത്തിലെത്തും. 6ാം കളിയാട്ട നാളിൽ നടക്കുന്ന കലശത്തിന് അലങ്കരിക്കാനും മറ്റ് ആചാരപരമായ ചടങ്ങുകൾക്കും കൊണ്ടുപോയ പൂക്കൾ ഉപയോഗിക്കും. 6ാം കളിയാട്ട നാളിൽ നടക്കുന്ന കലശത്തിന് അലങ്കരിക്കാനും മറ്റ് ആചാരപരമായ ചടങ്ങുകൾക്കും കൊണ്ടുപോയ പൂക്കൾ ഉപയോഗിക്കും. സുനിൽ നെല്ലിക്കാട്ടാണ് പൂക്കോട്ട തലയിലേന്തി നടക്കുന്നത്. ഉത്സവ സമാപനത്തിന് ശേഷം ഫെബ്രുവരി 24-ന് സംഘം കിഴക്കുങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് തിരിച്ചെത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.